ഖുർആനിന്റെ ഒരു ശൈലി മുഴുവൻ മനുഷ്യരെയും വിളിച്ചുകൊണ്ടുള്ള ശൈലിയാണ്. സംബോധന അങ്ങനെയാണ്. യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഓ മുസ്ലിമീങ്ങളെ എന്ന് മാത്രമല്ല, മുഅ്മിനീങ്ങളെ എന്ന് മാത്രമല്ല, മുഴുവൻ മനുഷ്യ വിഭാഗത്തെയും വിളിച്ചുകൊണ്ട് സംബോധന ചെയ്യുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. സൂറത്തുൽ ഹുജറാത്തിലൂടെ അല്ലാഹു പറയുന്നുണ്ട്, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും ഇന്നല്ലാഹ അലീമുൻ ഖബീർ. മനുഷ്യ വിഭാഗത്തെ മുഴുവനും വിളിച്ചുകൊണ്ട് പറയാണ്, നിങ്ങളെ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവരാണ്. നിങ്ങളുടെ പിതാക്കന്മാരെ അന്വേഷിച്ച് നിങ്ങൾ ചെല്ലുമ്പോൾ അതിന്റെ അവസാനം എത്തുന്നത് ആദ്യ പിതാവായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്കാണ്. മാതാവിന്റെ പരമ്പരകൾ നിങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവസാനം എത്തിച്ചേരുന്നത് ഹബ്ബാ ബിബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്കാണ്. അങ്ങനെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു, നിങ്ങൾ പരസ്പരം അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഗോത്രങ്ങളായി ജനവിഭാഗങ്ങളായി പടച്ചതമ്പുരാൻ നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അങ്ങനെ പരസ്പരം അറിയണം, ഇന്ന ആളാണ്, ഇന്ന വിഭാഗക്കാരനാണ്, ഇന്ന ദേശക്കാരനാണ്, ഇന്ന ഭാഷ സംസാരിക്കുന്ന മനുഷ്യനാണെന്ന് അറിയണം. അതിനുവേണ്ടി അള്ളാഹു അത്തരത്തിൽ പല ഗോത്രങ്ങളായി വിഭാഗങ്ങളായി അള്ളാഹു സൃഷ്ടിച്ചു. എന്നിട്ട് ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും, ഓ ജനവിഭാഗമേ, നിങ്ങൾ ഏത് ഭാഷ സംസാരിക്കുന്നവരായിരുന്നാലും, ഏത് വർണ്ണത്തിലുള്ളവരായിരുന്നാലും, ഏത് ദേശക്കാരായിരുന്നാലും, ഏത് സംസ്കാരത്തെ ഉൾക്കൊള്ളുന്നവരായിരുന്നാലും, മനുഷ്യനാകുന്ന സംസ്കാരം ഉൾക്കൊള്ളുന്നവന് മാത്രമാണ് യഥാർത്ഥ മനുഷ്യനാകാൻ സാധിക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. മനുഷ്യനെ മനുഷ്യനായി മനസ്സിലാക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ രണ്ട് കടപ്പാടുകളാണുള്ളത്. ഒന്ന് സൃഷ്ടാവുമായിട്ടുള്ള കടപ്പാട്. ആ കടപ്പാടുകൾ പാലിക്കുമ്പോഴാണ് മനുഷ്യൻ പൂർണ്ണനായി മാറുന്നത്. രണ്ടാമത് സൃഷ്ടികളുമായിട്ടുള്ള കടപ്പാടുകൾ. പരസ്പരം സൃഷ്ടികളെ സ്നേഹിച്ചും അറിഞ്ഞും കണ്ടും മനസ്സിലാക്കിയും ഭയഭക്തിയോടുകൂടിയുള്ള ജീവിതം നയിക്കുന്ന മനുഷ്യനാണ് യഥാർത്ഥ മനുഷ്യൻ. ആ മനുഷ്യന് മാത്രമേ ഈ ഭൂമിലോകത്ത് സമാധാനത്തോടു കൂടി ജീവിക്കാൻ സാധ്യമാകൂ. ആ മനുഷ്യന് മാത്രമേ ഐഹിക ജീവിതവും പാരത്രിക ജീവിതവും വിജയത്തിലേക്ക് എത്തിക്കാൻ സാധ്യമാകൂ എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്നേഹമുള്ള മനുഷ്യരായി മാറണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഐക്യമുള്ള മനുഷ്യരായി മാറണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം സഹവർത്തിത്വത്തോടുകൂടി സ്നേഹത്തോടുകൂടി സഹവാസിക്കുന്നവരായി മാറണം. പരസ്പരം അറിഞ്ഞുകൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചുകൊണ്ടുള്ള ജീവിതത്തിലൂടെ മാത്രമേ, സമസൃഷ്ടി സ്നേഹത്തിലൂടെ മാത്രമേ ഒരു യഥാർത്ഥ മനുഷ്യനായി മാറൂ. ആ മനുഷ്യനായി മാറിയെങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ മുമ്പിൽ സ്ഥാനമുണ്ടാകൂ. അങ്ങനെയുള്ള മനുഷ്യർക്ക് വിജയിക്കാൻ കഴിയൂ എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്.